ഹായ്, എസ് പി അരുളലാണ്. തിരുവനന്തപുരം നഗരസഭാ ഭരണം കൊണ്ടുണ്ടായ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ കൊടുക്കണ്ടേ? ഇനിയിപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, മാതൃഭൂമി ന്യൂസ് തന്നെ ഒരു ക്രെഡിറ്റും കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ഡെങ്കിപ്പനി ഭീതിയിലാണ്. ജില്ലയിലെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. 21 കൊതുകിന്റെ ഹോട്ട്സ്പോട്ടുകൾ ഉള്ളത്. തലസ്ഥാനം ഡെങ്കിപ്പനി ഭീതിയിൽ. തിരുവനന്തപുരത്ത് 21 സ്പോട്ട് കണ്ടെത്തി. കൊതുകുകളുടെ അമിതമായിട്ടുള്ള പ്രജനനം നടന്ന ഇടങ്ങളാണ് അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൊതുകുകൾ പ്രജനനമുണ്ടാകാൻ കാരണമെന്താണ്? കൃത്യമായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ വെള്ളക്കെട്ടുകൾ ഉണ്ടായി. വെള്ളക്കെട്ടുകളിൽ കൊതുകുകൾ മുട്ടയിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊതുകുകൾ പെരുകി. അത് എന്തുണ്ടാക്കാൻ പോകുന്നു? ക്യൂലെക്സ് കൊതുകുകളെ പോലുള്ള കൊതുകുകൾ അവിടെ പെരുകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരവാസികൾ ദുരിതം അനുഭവിക്കാൻ പോകുന്നു. ഡെങ്കിപ്പനി അറിയാലോ, ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു മാരക രോഗം ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ ജീവന് ഹാനി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുരുതരമായിട്ടുള്ള പനിയാണ്. ആ രോഗത്തിന് തലസ്ഥാനത്തിന് അവസരമുണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ആരാണ് ഏറ്റെടുക്കേണ്ടത്? നഗരം ശുചീകരിക്കേണ്ട ഉത്തരവാദിത്തം ആരായിരുന്നു? 21 സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രതിഫലനമായിരുന്നു നിങ്ങൾ ആദ്യ മഴയിൽ തന്നെ കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള പ്രദേശം കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം മുങ്ങിയത്. അന്ന് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 45 വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്നതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ സിസ്റ്റമാണല്ലോ ഉണ്ടായിരുന്നത്. ആ സിസ്റ്റത്തിനകത്ത് കയറി ഭരണ സംവിധാനം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നു. ഒരു തവണ പനി പടർന്നു പിടിച്ച് ഏകദേശം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മാസത്തിനിടയിൽ 100-ലധികം പേരാണ് പനി ബാധിച്ച് മരിച്ചത്. അതിനുശേഷം തലസ്ഥാനം മാത്രം ഒരു പ്രധാനപ്പെട്ട സ്പോട്ടായിട്ട് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതിനാൽ അതിൻ്റെ വിലയിരുത്തലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ പോകുന്നത് എന്തുകൊണ്ടാണ്? പനി വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കാര്യം കൊതുക് പെരുകി അതെന്തായാലും നാട്ടുകാരെ പോയി കടിക്കും. അതിലൂടെ എന്ത് ചെയ്യും? പകർച്ചവ്യാധി ഉണ്ടാകാൻ പോകുന്നു. ആ പകർച്ചവ്യാധി ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് രക്ഷാദൗത്യം എന്നുള്ള നിലയ്ക്ക് മെഡിക്കൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ തലസ്ഥാനത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ആശങ്കാകുലമായിട്ടുള്ള സമയമാണ് കടന്നു വരാൻ പോകുന്നത്. ഡെങ്കിപ്പനി പോലെയുള്ള ഇത്രയും ഒരു വൈറൽ ഫീവർ പടർന്നു പിടിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു തവണ അസുഖം ബാധിച്ചവരെ സംബന്ധിക്കുന്നിടത്തോളം ആ രോഗമുണ്ടാക്കിയിട്ട് പോയിരിക്കുന്ന ദുരിതം പേറുന്നവരായിരിക്കും ഇപ്പോഴും. കാര്യം ഇത് വന്നിട്ട് പോയി കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് മനുഷ്യൻ ജീവിതത്തോട് അല്ലെങ്കിൽ ജീവനോട് മല്ലിട്ട് അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള പനിയെ നിയന്ത്രണാവിധേയമാക്കാൻ ആരോഗ്യവകുപ്പ് അക്ഷീണം പ്രയത്നിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതിനുവേണ്ടിയുള്ള പരിശ്രമം ആരംഭിച്ചു. അപ്പോൾ തലസ്ഥാനത്തുള്ള മനുഷ്യർ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണ മികവിൻ്റെ ഇരയായിക്കൊണ്ട് ഒരു കൊടിയ രോഗത്തെ അതിജീവിക്കാൻ വേണ്ടി മാനസികമായി തയ്യാറെടുക്കേണ്ട സന്ദർഭമാണെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. 21 സ്പോട്ടുകൾ കൊതുകുകൾ പ്രജനനം നടന്നു. അതിതീവ്രമായിട്ട് അത് സമൂഹത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അത് തലസ്ഥാന നഗരത്തെ സംബന്ധിക്കുന്നിടത്തോളം വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഡെങ്കിപ്പനി പടർന്നു പിടിക്കാൻ പോകുന്നു എന്നുള്ള സൂചന മാതൃഭൂമി വാർത്ത നൽകുന്നുണ്ട്. അതിന് ട്രോഫി നൽകേണ്ടതും ആദരവ് നൽകേണ്ടതും തലസ്ഥാന നഗരത്തിൻ്റെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട കോർപ്പറേഷന് തന്നെയാണ്, മേയർക്ക് തന്നെയാണ്, ഡെപ്യൂട്ടി മേയർക്കെല്ലാം. റീൽസ് എടുത്ത് നടന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. അത് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇപ്പോൾ നാട്ടുകാർ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ വാർത്ത സൂചിപ്പിക്കുന്നത്.